ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവർ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ തൊലി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള പല പല വിഭവങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഈ ഒരു സ്കിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാനിത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള നക്ഷത്ര ബംഗ്ലാവ് കാണാൻ പോയ സമയത്ത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഈ ചക്കക്കുരുവിൻ്റെ തോല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു പോട്ടിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കിതുപോലെ ഉണ്ടാക്കാം എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ ഞാൻ ചെറുതാവുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇതുപോലെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ അന്നത്തേതാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. കാരണം അന്നത്തത് ഞാൻ അവിടെ കണ്ടതുപോലെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. നല്ല ഉണങ്ങിയിട്ടുള്ള ചക്കക്കുരു തന്നെ എടുക്കണം. പച്ചയാണെങ്കിൽ നമുക്കതിൻ്റെ ഈ തോല് ഇതുപോലെ വിട്ട് കിട്ടില്ല. പക്ഷേ ഉണങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്കും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ എടുക്കാൻ കിട്ടും. പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു തോല് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനെ ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച് ഒരു കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പൂവിൻ്റെ പോലെ നമ്മൾ ഒരു നോച്ച് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കളറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു വയലറ്റ് കളറാണ്. വയലറ്റ് കളറ് കയ്യിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ കളർ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. റെഡ് അതുപോലെ തന്നെ ബ്ലൂ, ഈ ഒരു രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വയലറ്റ് കളറ് കിട്ടും. ഞാനതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചക്കക്കുരുവിൽ ആദ്യം ഒരു ചക്കക്കുരുവിൻ്റെ ഈ ഒരു തോലിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ്. അതിനുശേഷം ഇതിൻ്റെ തണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്കിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടാണ് തണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു കൂർപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തെർമോക്കോളിലേക്ക് കുത്തി വെച്ച് കൊടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഫ്ലവറിലേക്കും കുത്തിയെടുക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ടൂത്ത് പിക്ക് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഗ്രീൻ ടാപ്പിൽ പൊതിഞ്ഞെടുത്തത് നമ്മൾ ഫ്ലവറിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ മുന്നേ ഫ്ലവറെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിരുന്നു. എനിക്കിത് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാതും ഇതുപോലെ ഫിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പോട്ടിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പോട്ട് നമുക്ക് അതും നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഞാനൊരു ഗ്ലാസ്, അപ്പോൾ ആ സൈഡിലിരിക്കുന്ന ഗ്ലാസ് കണ്ടില്ലേ, ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഒതുക്കി കൊടുക്കുന്നത്. ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കളയാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പൊട്ടിയിട്ട് കയ്യിൽ കുത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വിണ്ട് കയറിയിട്ടുണ്ട്, അതിൽ നമുക്കൊന്നും കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കരുതിയിരുന്ന ഇതിൽ തന്നെ ആവട്ടെ ഈ ഒരു ക്രാഫ്റ്റ് എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ചെടുത്തു. അങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ചില്ല് നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം, അതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ബ്രഷ് വെച്ചടിക്കുമ്പോൾ വല്ലാണ്ട് പിടിച്ച് കിട്ടില്ല. അതിന് നമ്മൾ ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുക, അതിലേക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റ് ആ ഒരു ഗ്ലാസ് ബോട്ടിലിൽ പെട്ടെന്ന് തന്നെ പറ്റിപ്പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല സിമ്പിളായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ സുഖമായിട്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇതിൽ കുത്തി വെക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ തെർമോക്കോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെർമോക്കോളും കൂടി ഈ ഒരു ബോട്ടിലല്ല ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം
കട്ട് ചെയ്താണ് ഇട്ടത്. ഞാൻ കറക്റ്റ് ആ ഒരു വട്ടത്തിൽ കട്ട് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ അതിനേക്കാളും എനിക്ക് നന്നായി തോന്നിയത് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുക. മുകൾ വരെ വെക്കരുത്, കുറച്ചൊരു താഴ്ത്തി തന്നെ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഫ്ലവറും കൂടി കുത്തിയെടുക്കുക. ഞാൻ ഈ ഒരു ഇത് അതിൻ്റെ സൈസിനനുസരിച്ച് ഇറങ്ങാൻ സൈസിനനുസരിച്ച് അതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോരോ ഫ്ലവറും എടുത്തിട്ട് ഈ ഒരു തെർമോക്കോളിലേക്ക് കുത്തി കൊടുക്കുക. ടൂത്ത് പിക്ക് ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അടിഭാഗം നല്ല കൂർത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തെർമോക്കോളിലേക്ക് പെട്ടെന്ന് കുത്തിയിരിക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ ഞാനിതെല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പില്ലാത്ത രീതിക്ക് മൊത്തം ഫില്ല് ചെയ്തെടുക്കണം. ഈ ഒരു വയലറ്റ് കളർ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ? ഞാനിത് ഫുള്ള് വയലറ്റ് കൊടുക്കണമെന്നൊന്നും അല്ല കരുതിയിരുന്നത്. അതാണ് അതിൽ 1-2 കളർ വേറെ കിടക്കുന്നത്, ഒരു ബ്ലൂ, റെഡ്, യെല്ലോ ഒക്കെ കിടക്കുന്നത്. അതുപോലെ വെറൈറ്റി കളർ കൊടുക്കാമെന്ന് കരുതിയത്. പക്ഷേ എനിക്ക് വയലറ്റ് അടിച്ചു തുടങ്ങിയപ്പോൾ ഫ്ലവർ എല്ലാം വയലറ്റ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഫുള്ള് വയലറ്റ് തന്നെ കൊടുത്തതാണ്. അത് ഈ ഒരു യെല്ലോ കളർ പോട്ടിലിരിക്കുന്നതാണ് അതെല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഞാൻ ഈ യെല്ലോ പോട്ട് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വെച്ചതൊന്നുമല്ല. കാരണം നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴാണ് ഇനി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ഓരോ തോന്നൽ വരുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ആദ്യം ഞാൻ ഇതിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടല്ല ഇത് ചെയ്ത് തുടങ്ങിയത്. ഫ്ലവർ മാത്രം ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ എനിക്ക് അപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഭവം ചെയ്തു വന്നപ്പോൾ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ച് വെക്കേഷൻ ആണല്ലോ, അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റൊക്കെയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാൻ പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫ്ലവർ പോട്ടിൻ്റെ ലാസ്റ്റുള്ള വ്യൂ വരുന്നത്. ഇത് ഫില്ല് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗി എനിക്ക് തോന്നി. പക്ഷെ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.